ഹലോ ഗൈസ്, നമ്മളിന്ന് അൽബേനിയയിലോട്ട് ചെറിയൊരു ട്രിപ്പ് പോവുകയാണ്. വലിയ പ്ലാനിങ് ഒന്നുമില്ല, ബട്ട് കൊച്ചു പ്ലാനിങ് ഉണ്ട്. വഴി കാണാം. പിന്നെ ഇവിടെ നിന്ന് നേരെ ലണ്ടനിലോട്ടാണ് പോകുന്നത്. ലണ്ടൻ ലൂട്ടണിൽ നിന്ന് നമ്മൾ പോകുന്നത് ഇറ്റലിയിലോട്ടാണ്. ഇറ്റലിയിൽ എവിടെയാണെന്ന് അറിയത്തില്ല. ഇറ്റലിയിലാണ് പോകുന്നത്. ഇറ്റലിയിൽ ലേ ഓവർ ഉണ്ട്. അവിടുത്തെ ലേ ഓവർ കഴിഞ്ഞതിന് ശേഷം ഇറ്റലിയിൽ നിന്ന് നമ്മൾ പോകുന്നത് അൽബേനിയ TIA നമ്മളൊരു വെളുപ്പാങ്കാലം ഒരു 1:30-2 മണിക്ക് എത്തുമെന്ന് തോന്നുന്നു. പിന്നെ അവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് വണ്ടിയൊക്കെ എടുക്കണം. അങ്ങനെ കുറച്ച് ടാസ്കും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം പോകുന്ന വഴിക്ക് നമുക്ക് കാണാം. 10 ദിവസത്തെ ട്രിപ്പാണ്. അപ്പം നമുക്ക് വിശദീകരിച്ച് നമുക്ക് കാണാം എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ സ്ഥലങ്ങൾക്കൊക്കെയാണ് പോവേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മള് പൊക്കോണ്ടിരിക്കുവാണ്. സ്ലൈറ്റ് ചേഞ്ച് ഓഫ് പ്ലാൻസ്. നമ്മള് ലൂട്ടനിലോട്ടല്ല പോകുന്നത്, നമ്മള് പോകുന്നത് ലണ്ടൻ. ക്യാമറയുടെ സൈഡിൽ ഇരുന്നിട്ട് എക്സൈറ്റഡ് ആയതാണ് നിങ്ങളിപ്പോൾ കേട്ടത്. മോർണിംഗിനാണ് ഫ്ലൈറ്റ്. അപ്പം നമ്മള് ലൂട്ടൺ ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുമെങ്കിൽ കാണാം, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റേ ചെയ്തിട്ട് നൈറ്റ് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ആയതിനു ശേഷം കാർ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ 9:30 അവിടെ എത്തണം. അവിടെ കാർ കൊടുത്തതിന് ശേഷം അവരുടെ തന്നെ ടെർമിനൽ ട്രാൻസിറ്റ് ബസ്സുണ്ട്. അപ്പോൾ ആ ബസ്സിൽ കയറി നേരെ എയർപോർട്ടിൽ പോവാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ പരിപാടി. ചുമ്മാ തോന്നിയാണ് ലണ്ടൻ പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലണ്ടൻ ബ്രിഡ്ജൊക്കെ ഒന്ന് കണ്ടിട്ട് ബിഗ് ബെന്നൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മെക്ഡിയിൽ സ്റ്റോപ്പ് ഓവറിന് വന്നു. വാഷ്റൂം പോയി കോഫി എന്തെങ്കിലും കുടിക്കാം. Payment received. That's it. വാഷ്റൂമിൽ വന്നപ്പോഴത്തേക്ക് നമ്മുടെ എസ്പ്രസോ റെഡിയായി. എനിക്ക് അപ്പം അറിയത്തില്ലായിരുന്നു ഇനി അങ്ങോട്ട് എസ്പ്രസോയുടെ കളിയായിരിക്കുമെന്ന്. You happy? നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നമുക്ക് ഓൾമോസ്റ്റ് 6 hours ഡ്രൈവ് ഉണ്ടായിരുന്നു ലണ്ടനിലോട്ട്. ഈ ഈവനിങ്ങിൽ നമ്മൾ ഓൾറെഡി ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ലണ്ടനിൽ പോയിട്ട് പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. ജസ്റ്റ് ലണ്ടൻ ബ്രിഡ്ജ് മാത്രം കണ്ടിട്ട് അവിടെ നേരെ നൈറ്റ് തന്നെ ലൂട്ടണിൽ പോയി സ്റ്റേ ചെയ്യാനാണ് പ്ലാൻ. ജസ്റ്റ് ഒന്ന് ഓവർ നൈറ്റ് കാറിലൊന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം മോർണിംഗ് നമ്മൾ എയർ പാർക്ക്, അവിടെയാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത് കാറിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ പോയി കാറ് കൊടുത്തിട്ട് പാർക്ക് ചെയ്തിട്ട് അവിടുത്തെ ഷട്ടിലിൽ തന്നെ നമ്മൾ നേരെ ലൂട്ടൺ എയർപോർട്ടിലോട്ട് പോകും. ഇത് 10 day ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു നെർവസ്നെസ് ഉണ്ട്. കാരണം നമുക്കറിയില്ല ഇതെങ്ങനെ പോയി അവസാനിക്കുമെന്ന്. പക്ഷെ ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് എല്ലാ സ്ഥലത്തും മിക്കയിടത്തും നമ്മൾ ഓൾറെഡി പ്രീ ബുക്കിംഗ് വേണം. അവിടെ നമുക്ക് എന്തെങ്കിലും അക്കോമഡേഷനോ ഇപ്പോൾ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിലും നമ്മൾ അതൊക്കെ ഓൾമോസ്റ്റ് എല്ലാം സെറ്റിൽ ചെയ്തു. ബാക്കിയെല്ലാം വരുന്ന പോലെ കാണാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ജസ്റ്റ് നിർത്തിയേക്ക് വന്നു. വരുന്ന വഴിക്ക് നമ്മൾ പൗണ്ട് ലാൻഡിൽ നിന്ന് പേപ്പർ പ്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത്ര 1.5 pound സംതിങ് എന്തോ ആണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതിലോട്ട് ആ ബിരിയാണിയാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടുവന്നേ. സോ അതിലോട്ട് ആ ബിരിയാണി എടുത്ത് വെച്ചേ റോഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ വ്യൂവും കണ്ട് ബിരിയാണി ഒന്ന് കഴിച്ചാൽ അടിപൊളിയായിരുന്നു. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുമല്ല, പൊളിയായിരുന്നു. അങ്ങനെ അതും കഴിച്ച് നമ്മൾ വീണ്ടും യാത്ര. വടിവേലിൻ്റെ കോമഡിയൊക്കെ കണ്ട് അങ്ങനെ പോവാം. അങ്ങനെ ലണ്ടൻ എത്തി. ലണ്ടൻ കയറാൻ തന്നെ ഭയങ്കര ട്രാഫിക്കായിരുന്നു. ഓൾമോസ്റ്റ് 1 hour ട്രാഫിക്കിൽ തന്നെ കുടുങ്ങി. പിന്നെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ട്രാഫിക് കൺജഷൻ ചാർജസ് ഉണ്ട്. പിന്നെ ലണ്ടൻ സിറ്റി ഫുള്ളും ലോ എമിഷൻ സോണാണ്. പിന്നെ ട്രാഫിക് കൺജഷൻ ചാർജസ് വരുന്നത് പെർട്ടിക്കുലർ ടൈംസിലാണ്. ഇന്ന ടൈം തൊട്ട് ഇന്ന ടൈം വരെ ആണ് ട്രാഫിക് കൺജഷൻ ചാർജസ് വരുന്നത്. ക്രിസ്മസ് ഡേ 25th മാത്രം ഫ്രീ ആണ്.
കൺജഷൻ ചാർജസ് ഇല്ല. പക്ഷേ ക്രിസ്മസ് ഡേക്കാണ് നിങ്ങൾ ലണ്ടനിൽ പോകാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എല്ലാവരും അന്ന് ലണ്ടനിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ലണ്ടൻ എത്തണമെങ്കിൽ തന്നെ 2 ദിവസം മുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്ന് തോന്നുന്നു. അങ്ങനെ ഞാനിതുവരെ വന്നിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത ലണ്ടനിലെത്തി. ഫുള്ളും കാണുന്നുണ്ടല്ലോ നിങ്ങൾ, ഫുള്ളും ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. ഭയങ്കര ട്രാഫിക്കാണ്, ഇടുങ്ങിയ റോഡാണ്. കാരണം ഇത്രയും ചെറിയൊരു സ്ഥലത്ത് ഇത്രയും വലിയൊരു സിറ്റിയുണ്ട്, അതിൽ ട്രാഫിക്കിന് ഭയങ്കര എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. അമ്മാതിരി ചെറിയ റോഡാണ്. ആ ചെറിയ റോഡിൽ കൂടെ വേണം നമ്മൾ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ആയിരിക്കും അപ്പുറത്തെ സൈഡിൽ നിന്ന് വരുന്ന ആൾക്കാരും വണ്ടി ഓടിക്കുന്നത്. സോ നമ്മൾ ഭയങ്കര കെയർഫുള്ളായിട്ട് വേണം ഇവിടെ വണ്ടി ഓടിക്കാൻ. ഓഫ് കോഴ്സ് യെസ്, ആക്സിഡൻറ്റ്സ് ഉണ്ടാവാതിരിക്കാം. അത് നമ്മളെങ്ങനെ വണ്ടി ഹാൻഡിൽ ചെയ്യുന്നു. ഇതിപ്പോൾ ഈ സൈക്കിളുകാരനെ കണ്ടില്ലേ, ഇതുപോലെ പെഡസ്ട്രിയൻസും സൈക്കിളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ. ബട്ട് എനിവേയ്സ്, നമ്മൾ ഗൂഗിൾ മാപ്പ് പറഞ്ഞതുപോലെ ലണ്ടൻ ബ്രിഡ്ജ് എന്ന് ഗൂഗിൾ മാപ്പിൽ അടിച്ചു കൊടുത്തു. അപ്പോൾ അത് കാണിച്ച സ്ഥലത്തുകൂടി നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ലണ്ടൻ ബ്രിഡ്ജ്. നമ്മൾ അതിലോട്ട് എൻ്റർ ആവാൻ വേണ്ടി പോവുകയാണ്. പറ്റിക്കപ്പെട്ടു എന്നുള്ള സത്യം തിരിച്ചറിയാൻ അധിക സമയമൊന്നും ആയില്ല. കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇടത്തോട്ടൊന്ന് തിരിഞ്ഞങ്ങ് നോക്കിയായിരുന്നു. അപ്പം കണ്ടു ലണ്ടൻ ബ്രിഡ്ജ്. അപ്പോൾ അതാണ് ഒറിജിനൽ ലണ്ടൻ ബ്രിഡ്ജ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ്. A blur in the window pane, got the whole city screaming my name, playing a whole different kind of game. Chain on my chest, yes, ice cold. You hear the story that they all told. Too fast for the lens, too bold. And legend in the making, watch it unfold. Cut through the silence, a silver streak. Hit a bass tremble, the concrete speak. Look at my face, see the peak I see. One wrong move and the future's bleak, bleak, bleak. Chrome flash in the night. Burn out, burn out. Red day, see the light. Turn out, burn out. Leave 'em all behind. No doubt, no doubt. Losing their home. They follow the trends, I just set the pace. Lost in the static of digital space. I'm the ace in the hole with no time to waste. Leave a bitter taste if you join the chase. Loose on the edge, sharp in the mind. Another level that they can't find. One more lap and they're left behind. A different breed, a whole new kind. Cut through the silence, a silver streak. Hit a bass tremble, the concrete speak. Look at my face, see the peak I see. Get it out, more move and the future's bleak. Chrome flash in the night. Burn out, burn out. Yeah, they see the light. Turn out, burn out. Leave 'em all behind. No doubt, no doubt, no doubt. Losing their home. നമ്മളെന്തായാലും ഇനി ഇവിടെ നിന്ന് തിരിച്ച് ലൂട്ടനിലോട്ട് പോവുകയാണ്. ഓൾമോസ്റ്റ് 30 to 45 minutes ഉണ്ട് നമ്മുടെ എയർ പാർക്ക് എന്ന് പറയുന്ന ആ പാർക്കിംഗ് ലോട്ടിലേക്ക്. അപ്പോൾ നമ്മളവിടെ പോയിട്ട് അതിൻ്റെ അടുത്തുള്ള ഒരു മെക്ഡിയിൽ കിടന്നുറങ്ങാനാണ് പ്ലാന്. മെക്ഡിയുടെ പാർക്കിംഗ് ലോട്ടിൽ നമ്മൾ കാറിനകത്ത് തന്നെ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കുന്നു, ഒരു 3 to 4 hours. അപ്പോഴത്തേക്കും രാവിലെ ആവും. എന്നിട്ട് നമ്മൾ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യുന്നു, അവിടെ നേരെ എയർപോർട്ടിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് റെസ്റ്റ് എടുക്കാൻ പോകുന്ന മെക്ഡി പാർക്കിംഗ് ലോട്ട്. ഇവിടെ 3 മണിക്കൂർ നമുക്ക് ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യാം. 3 മണിക്കൂറിന് മുകളിൽ നമ്മൾ പാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫൈൻ വരും കേട്ടോ. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലെ ആയിരുന്നു ഇറങ്ങിയത്, ഇന്നലെ വൈകിട്ടാണ് ഇറങ്ങിയത്. നമ്മൾ ഇന്നലെ ലണ്ടൻ പോയി നൈറ്റ് ലൈഫ് ആയിരുന്നു ജസ്റ്റ് ഒന്ന് നോക്കിയത്. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, മൺഡേ ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് പോയി ചുറ്റിക്കറങ്ങി. അത് ചെറിയൊരു ഡിസപ്പോയിൻമെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് നൈറ്റ് ലൈറ്റ്സ് ഒക്കെ അടിപൊളിയായിരുന്നു. ബട്ട് നമ്മൾ വിചാരിച്ച പോലെ ആ ഒരു ഗുമ്മില്ലായിരുന്നു. ഞാൻ വിചാരിച്ച ഒരു 5 മിനിറ്റിൽ ലണ്ടൻ ബ്രിഡ്ജിൽ കൂടെ വണ്ടി ഓടിക്കേണ്ടി വരും, കാരണം നല്ല ലോങ് ബ്രിഡ്ജാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറേ എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ജസ്റ്റ് വിത്തിൻ എ മിനിറ്റ്, കപ്പിൾ ഓഫ് സെക്കൻഡ്സിൽ ലണ്ടൻ ബ്രിഡ്ജ് നമ്മൾ പാസ് ചെയ്തു. പല്ലൊക്കെ തേച്ചു, ജസ്റ്റ് ഒന്ന് ഫ്രഷായി വന്നു. നമുക്ക് 9 മണിക്കാണ് കാർ കൊടുക്കേണ്ടത്, കാർ പാർക്കിൽ പോവേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് അവിടെ വെച്ച് കാണാം. അങ്ങനെ നമ്മൾ ലൂട്ടൺ എയർപോർട്ടിൻ്റെ വെളിയിലെത്തി. Good. I have a booking today. Yes, what kind of car you have?
It's a Mitsubishi. Yes, so I'm drive, right?